അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സത്യങ്ങളൊക്കെ പറയും. വേണ്ട, അവർക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയല്ലോ. റൈസ് കുറച്ച് സ്പൈസി അല്ല, ഓയിലില്ല പക്കയാണ്. അൺലിമിറ്റഡ് റൈസ് വേണം. 100 രൂപയല്ലേ, 100 രൂപയ്ക്കൊക്കെ വെറുത്താണ്. 3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, ഒരു മുട്ട ഉണ്ടായിരുന്നു. റാവുത്തർ ബിരിയാണിൻ്റെ അത്ര മറ്റേ എരിവ് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, പക്കയാണ്. അത് അൺലിമിറ്റഡ് റൈസാണ്, വയറ് നിറയെ കഴിക്കാം. നമ്മൾ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ. അപ്പം മറ്റതൊക്കെ നമ്മളിപ്പോൾ 150, 160 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിരിയാണി വാങ്ങി ആദ്യം ടേബിളിൽ കൊണ്ട് വെച്ചാൽ പിന്നെ സപ്ലയർ വഴിക്ക് തിരിക്കില്ല. പിന്നെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് നമ്മൾ വിളിച്ചു ചോദിക്കണം. ഇതല്ല, ചോറ് കൊടുത്ത കല്യാണത്തിന് സപ്ലൈ ചെയ്യുമ്പോൾ റൈസ് വേണമെന്ന് ബേസനായിട്ട് നമ്മൾ നടക്കുകയാണ്. അത് ചൂടായിട്ട് അപ്പളക്കപ്പോൾ ആവി പറക്കണം മുതലാണ്. പ്രകൃതി രമണീയമായ പാലക്കാടിന്റെ ആലത്തൂരിലാണ് ഞങ്ങളുള്ളത്. ഇന്നൊരു അത്ഭുത ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അത്ഭുത ബിരിയാണി എന്താണെന്നറിയോ? അത് കാണാൻ നമ്മൾ പോണത്. ഓക്കെ, അതെ. ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു. അൺലിമിറ്റഡ് ബിരിയാണിയാണ്, റാവുത്തർ സ്റ്റൈൽ ബിരിയാണി. 2 കഷ്ണം ചിക്കൻ ഉണ്ട്, മുട്ടയുണ്ട്, റൈസ് ഇഷ്ടം പോലെ റൈസ്. അവർ സ്നേഹത്തോടെ തന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിച്ചൊരിക്കുകയാണ് ആ ചേച്ചി. 35 വർഷമായി ഫുഡിൻ്റെ പരിപാടി തുടങ്ങി. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ റാവുത്തർ ബിരിയാണി വന്നത് 2 പീസും 1 മുട്ട, 2 ചിക്കൻ പീസും 1 മുട്ട. ഇപ്പോൾ പീസ് ചെറുതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരെണ്ണം കൂട്ടിയൊക്കെ വെച്ച് കൊടുക്കും. ആരാണ് കുക്ക്, എവിടത്തെയാണ് കുക്ക്? ഇത് തമിഴ്നാട്ടുകാരനാണ്. നമുക്ക് കണ്ടാൽ തമിഴിനൊരു ലുക്കും ഉണ്ടല്ലോ എനിക്ക്. തമിഴിനാണെന്ന് സംശയിച്ചിട്ട് അണ്ണാ എങ്ങിരിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടടിച്ചിട്ടുണ്ട്. അപ്പം അത് മുതലാളിക്ക് വലിയൊരു ലാഭമൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു കൂലി തരുന്നുണ്ട്, പുള്ളിക്കും അതുപോലൊരു കൂലി അതിൽ. അല്ലാതെ വലിയൊരു ലാഭം നമുക്ക്, കാരണം ഇപ്പോഴത്തെ അരിയുടെ വില, ആർക്കേജിൻ്റെ വില, ഇതൊക്കെ ജനങ്ങൾക്കറിയാം. പിന്നെ ബീഫിന് 120ആണ്. കാരണം ബീഫിനെ സംബന്ധിച്ചിടത്തോളം ബീഫ് നമ്മളിപ്പോൾ അറിയാലോ 1 കിലോൻ്റെ വില എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു മാന്യമായിട്ട് ഇപ്പോൾ ഒരു 6 പീസ് 5 പീസ് 2 കഷ്ണം കൂടിയിട്ട് ഒരു പ്ലേറ്റ് 100 രൂപയ്ക്ക് ബീഫ് മാത്രം കൊടുക്കാം. ബീഫ് മാത്രം 100. അതിന് മുട്ടയില്ല. ചിക്കനിക്ക് മുട്ടയുള്ളൂ, ബീഫിന് മുട്ടയില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ബിരിയാണി വേറെ തരാണ്, നമ്മുടെ ഇവിടെ വേറെ തരാണ്, തമിഴ്നാട് പോയാൽ വേറെ തരാണ്. എല്ലാ ഐറ്റവും ഉണ്ട്. പല തറവാട്ട് വക മുതലെന്ന് പറയാൻ വേറൊന്നുമില്ല. എവിടെ ചെന്നാലും കൈത്തൊഴിലുണ്ട്. ആരുടെ മുമ്പിലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആലത്തൂർ സ്വാതി ജംഗ്ഷൻ, പാലക്കാട് തൃശ്ശൂർ റൂട്ട്. സിഗ്നലിന് നേരിട്ട് കാണുന്നത് നമ്മുടെ കട അത്ഭുത ബിരിയാണി. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി, ഞാൻ ബീഫ് മസാല ചെയ്തിട്ടുള്ള ബിരിയാണി. ബീഫിൽ മുട്ട ഉണ്ടായില്ല, ഞാൻ എക്സ്ട്രാ ഒരു മുട്ട മേടിച്ചത്. ചിക്കനിൽ മുട്ടയുണ്ട്, പക്ഷേ ബീഫിൽ മുട്ട കൊടുക്കണില്ല. ഓക്കെ, ഇന്ന് പൊട്ടിക്കുക. ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. പക്ഷേ ബിരിയാണി റൈസ് വേറെയും ബീഫ് മസാല വേറെ ആക്കിയിട്ട് രണ്ടും പാടെ മിക്സ് ചെയ്ത് തരുന്നൊരു ബിരിയാണി. ചിക്കൻ പൊരിച്ചത് നന്നായിട്ടുണ്ട്. അൺലിമിറ്റഡ് റൈസാണ്, നല്ല ചൂടുള്ളതാണ് തരുന്നത് കേട്ടോ. ബിരിയാണി കുഴപ്പമില്ല, പക്ഷെ എന്നാലും എങ്ങനെ ഇവർക്ക് ഇത് മുതലാണെന്ന് അറിയില്ല. കാരണം ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും കൂടിയിട്ടാണ് അൺലിമിറ്റഡ് 100 രൂപ. അതെ, ചിക്കൻ വയറ് നിറച്ച് കഴിക്കാം. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഒന്ന് കഴിക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ഫുഡുകളൊക്കെ നിങ്ങൾക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ